ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം പാദവാർഷിക മൂല്യനിർണ്ണയം 2024-25 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രവർത്തനം 1, ചിത്രീകരണം ശ്രദ്ധിക്കൂ. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ, കുറേ മൃഗങ്ങളും അല്ലേ, കുറേ ജീവികളെല്ലാം ഉള്ള ഒരു പിക്ചറാണ് തന്നിട്ടുള്ളത്. ചോദ്യം, ചിത്രത്തിൽ തന്നിരിക്കുന്ന ഘടകങ്ങളെ അനുയോജ്യമായ തലക്കെട്ട് നൽകി തരം തിരിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മണ്ണ്, തുമ്പി രണ്ടെണ്ണമാണ് തന്നിട്ടുള്ളത്. മണ്ണ്, തുമ്പി രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്, രണ്ടും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൊടുക്കാം, ജീവനില്ലാത്തവ എന്ന് കൊടുക്കാം. ബി എന്നതിന് ജീവനുള്ളവ എന്ന് കൊടുക്കാം. എന്നിട്ട് മണ്ണ് പിന്നെ എന്തൊക്കെ എഴുതാൻ പറ്റും, പാറ, സൂര്യപ്രകാശം അല്ലേ, പാറ, സൂര്യപ്രകാശം, ഇത് രണ്ടും നമുക്ക് എഴുതാം. ഇനി തുമ്പിയെ തന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, മത്സ്യം, പുൽച്ചാടി, ഇത് രണ്ടും നമുക്ക് എഴുതാം. ഒരുപാട് എഴുതാം, നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. അപ്പൊ തുമ്പി, മത്സ്യം, പുൽച്ചാടി എന്ന് വരും. ഇനി ചിത്രത്തിലുള്ള ഏതെങ്കിലും ഒരു ജീവിയുടെ ആഹാര കാർഡ് നിർമ്മിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് എഴുതാം, നമുക്ക് ഏതെങ്കിലും ഒരു ആഹാര കാർഡ് നമുക്ക് എഴുതി കൊടുക്കാം അല്ലെ. അപ്പൊ നമുക്ക് പുൽച്ചാടിയെ തന്നെ എഴുതാം അല്ലെ. പുൽച്ചാടി, പുൽച്ചാടി കഴിക്കുന്നത് എന്താണ്, പുൽച്ചാടി, തവള, പാമ്പ്, കഴുകൻ, അങ്ങനെ എഴുതി കൊടുക്കാം അല്ലെ. പുൽച്ചാടി, തവള, പാമ്പ്, കഴുകൻ എന്നിങ്ങനെ നമുക്ക് എഴുതി കൊടുക്കാം. ഇനി പ്രവർത്തനം 2 നോക്കാം. ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിൽ കൊതുക് മുട്ടയിട്ട് വളരുന്നു. ചോദ്യം, കൊതുക് പെരുകുന്ന ഒരു സാഹചര്യമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഇതുപോലെ മറ്റേതെങ്കിലും 2 രോഗാണുവാഹകർ പെരുകുന്ന സാഹചര്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെഴുതാം നമുക്ക്, ഈച്ചയാണെങ്കിൽ നമുക്ക് എഴുതാം, ആഹാര സാധനങ്ങളും പാനീയങ്ങളും തുറന്നു വെക്കരുത്, അതുപോലെ തന്നെ തുറസായ സ്ഥലങ്ങളിൽ തുപ്പരുത്. ഇവിടെ നിന്നെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള രോഗാണുവാഹകർ പെരുകും. ഇനി എലിയാണെങ്കിലോ, എലി നമുക്ക് എഴുതാം, ആഹാര സാധനങ്ങളും പാനീയങ്ങളും തുറന്നു വെക്കരുത്, വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക. അപ്പൊ ഇതിൽ നിന്നെല്ലാം എലിയും വരാൻ സാധ്യതയുണ്ട്. ഇനി ബി, കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള ഏതെങ്കിലും 2 മാർഗങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 1, സന്ധ്യാസമയത്ത് വാതിലും ജനലും അടച്ചിടുക, അതുപോലെ തന്നെ കൊതുക് വല ഉപയോഗിക്കുക, പുകയ്ക്കുക, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒന്നുകൂടെ പറയാം, സന്ധ്യാസമയത്ത് വാതിലും ജനലും അടച്ചിടുക, കൊതുക് വല ഉപയോഗിക്കുക, പുകയ്ക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഇനി ഇതിലെ അടുത്ത ചോദ്യം നോക്കൂ, സി ആണ്. രോഗങ്ങൾ പകരുന്നതായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയ പ്രസ്താവനകൾ ശ്രദ്ധിക്കൂ, ശരിയായവ ഏതെല്ലാം. വായുവിലൂടെ പകരുന്ന രോഗത്തിന് ഉദാഹരണമാണ് ക്ഷയം. ഭക്ഷണം വഴി വിരശല്യം പകരുന്നു. കുഷ്ഠരോഗം പകർത്തുന്നത് മനുഷ്യരാണ്. മലിനജലം വഴി ഡെങ്കിപ്പനി പകരുന്നു. ഇതിൽ ശരിയായത് ഏതൊക്കെയാണ്, 1, 2 എന്നിവ ശരി, 1, 3 എന്നിവ ശരി, 1, 4 ശരി, 2, 3 ശരി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ശരിയായതെന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷനാണ്, 1, 3 ശരിയാണ്. ഓക്കെ. ഇനി മൂന്നാമത്തത്, താഴെ തന്നിരിക്കുന്ന ആഹാര ശൃംഖല ജാലം ശ്രദ്ധിക്കൂ. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, ഇവിടെ ഒരു പല രീതിയിലാണ് ഈ ആഹാര ശൃംഖല പോയിട്ടുള്ളത്. അപ്പൊ ഇത് ശ്രദ്ധിക്കാനാണ്. ഇനി ഇതിലെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന ആഹാര ശൃംഖല ജാലത്തിൽ നിന്ന് ഏതെങ്കിലും 2 ആഹാര ശൃംഖലകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. ഇവിടെ നമുക്ക് 1 എഴുതാം, പുല്ല്, പുൽച്ചാടി അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ പുൽച്ചാടി, പാമ്പിനെ കഴിക്കുന്നത് ആരാണ്, പുൽച്ചാടി, തവള, പാമ്പ് അല്ലെ, പാമ്പ്, പിന്നെ കഴുകൻ, ഇതൊന്ന് എഴുതാം. അതല്ലെങ്കിൽ നമുക്ക് മറ്റൊന്ന് എഴുതാം, പുല്ല്, പിന്നെ ആരാണ്, പുല്ലിൽ നിന്ന് നേരെ എലിയെ പൂച്ച, ഇനി പൂച്ചയെ കുറുക്കൻ. ഓക്കെ. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഏതെങ്കിലും 2 എണ്ണം എഴുതാവുന്നതാണ്. ബി ചോദ്യം, ഒരു ആഹാര ശൃംഖലയിലെ ആദ്യ കണ്ണി ഏതായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്, ഹരിത സസ്യമായിരിക്കും. ഓക്കെ, ഹരിത സസ്യമായിരിക്കും ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത്. സി, നൽകിയിരിക്കുന്ന ആഹാര ശൃംഖല ജാലത്തിൽ നിന്ന് പാമ്പ് ഇല്ലാതായാൽ പരിസ്ഥിതിക്ക് എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ടാവും, എലി, തവള തുടങ്ങിയ ജീവികൾ ക്രമാതീതമായി വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ കഴുകന് ആഹാര ദൗർലഭ്യം അനുഭവപ്പെടുന്നു. കൂടാതെ ആത്യന്തികമായി പ്രകൃതിയിലെ ജൈവ വൈവിധ്യത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും.
അപ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾക്ക് എഴുതിയാൽ മതി. ഒന്നുകിൽ നിങ്ങൾക്ക് എലി, തവള തുടങ്ങിയ ജീവികൾ ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്ന് എഴുതാം, കഴുകന് ആഹാര ദൗർലഭ്യം അനുഭവപ്പെടുന്നു എന്നും എഴുതാം. ഓക്കെ, ഇനി 4ാമത്തെ സെക്ഷനാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്ന സസ്യത്തിലെ ഇലകളുടെ ക്രമീകരണ രീതി ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്ന മറ്റ് 2 സസ്യങ്ങളുടെ പേരെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്, ഇത്തരത്തിലുള്ള സസ്യങ്ങളാണ് തുളസി, പേര തുടങ്ങിയവയൊക്കെ. തുളസി, പേര എന്നിവയൊക്കെ ഇത്തരത്തിലുള്ള സസ്യങ്ങളുടെ ഈ ഇലകൾക്ക് ഉദാഹരണമാണ്. ബി, ഇങ്ങനെ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ട് സസ്യത്തിനുള്ള പ്രയോജനം എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്, ഇത് പരമാവധി സൂര്യപ്രകാശം പതിക്കുന്നതിന് ഇത് എളുപ്പമാണ് അല്ലെ. പരന്ന ഇലയാവുമ്പോൾ പരമാവധി സൂര്യപ്രകാശം ലഭിക്കുന്നു. ഇനി ഇതിലെ അടുത്ത ചോദ്യം നോക്കാം. സി ആണ്. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ സൂചിപ്പിക്കുന്ന ചിത്രീകരണമാണ് താഴെ നൽകിയിട്ടുള്ളത്. എ, ബി, സി, ഡി എന്നിവ തിരിച്ചറിയാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എ എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്, ബി എന്ന് പറയുന്നത് ഹരിതകമാണ്, സി എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, ഡി എന്ന് പറയുന്നത് ജലം. ഒന്നും കൂടെ പറയാം. എ സൂര്യപ്രകാശം, ബി ഹരിതകം, സി കാർബൺ ഡൈ ഓക്സൈഡ്, ഡി ജലം. ഓക്കെ, ഇനി പ്രവർത്തനം 5 ആണ്. പകർച്ചപ്പനി ബാധിച്ച് സ്കൂളിലെത്തിയ കുട്ടിയുമായി പൂർണ്ണമായും അടുത്തിടപഴകിയ 2 കൂട്ടുകാരികളിൽ ഒരാൾക്ക് മാത്രം പനി ബാധിച്ചു. മറ്റേയാൾക്ക് പനി ബാധിക്കാതിരുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്, ഇവിടെ സ്വാഭാവിക പ്രതിരോധ ശേഷി ഉള്ളതിനാലാണ്. ഓക്കെ, ആർജിത പ്രതിരോധ ശേഷി നേടിയതിനാൽ. അപ്പൊ ഈ കുട്ടിക്ക് എന്താണ്, മറ്റൊരാൾക്ക് വന്നത് സ്വാഭാവിക പ്രതിരോധ ശേഷി മാത്രം ഉള്ളതുകൊണ്ടും മറ്റേയാൾക്ക് ആർജിത പ്രതിരോധ ശേഷി ഉള്ളതുകൊണ്ടുമാണ്. ഇനി ബി, പട്ടിക പൂർത്തിയാക്കുക. വാക്സിന്റെ പേര് BCG. ഏതാണ് BCG എന്ന് പറയുന്നത്? അവിടെ ഏത് രോഗമാണ്? ക്ഷയരോഗമാണ്. ഇനി പോളിയോ വാക്സിൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പോളിയോ എന്നുള്ള രോഗത്തിനാണ്. അടുത്തത് MR വാക്സിൻ എന്ന് പറയുന്നത് മീസിൽസ് അല്ലെങ്കിൽ റുബല്ലക്ക് ഉള്ളതാണ്. ഓക്കെ, മീസിൽസ് അല്ലെങ്കിൽ റുബല്ല. ഇനി 10ാം വയസ്സിൽ നിർബന്ധമായും എടുക്കേണ്ട വാക്സിൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? 10ാം വയസ്സിൽ TD ആണ് എടുക്കേണ്ടത്, TD. ഇനി 6ാമത്തെ ചോദ്യം നോക്കാം. ചിത്രീകരണം നിരീക്ഷിക്കുക. ഇവിടെ ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത് അല്ലെ. മാവിൻ കൊമ്പിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ഈ സസ്യം ഏതാണ്? ഇത്തരം സസ്യങ്ങൾക്ക് പൊതുവെ പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതേതാണ്? ഇത് മരവാഴയാണ് അല്ലെ. മരവാഴയാണ്. ഈ സസ്യത്തിന് പൊതുവെ പറയുന്ന പേര്, ഇത്തരത്തിലുള്ളതിനെ നമ്മൾ എപ്പിഫൈറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എപ്പിഫൈറ്റ് എന്ന് എഴുതി കൊടുക്കാം. ഇനി അടുത്ത ചോദ്യം. ഈ സസ്യത്തിന്റെ വേരുകൾക്കുള്ള പ്രത്യേകതകൾ താഴെ പറയുന്നു. ശരിയായത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1, ചെറിയ വേരുകൾ മണ്ണിൽ നിന്നും കട്ടി കൂടിയ വേരുകൾ മരത്തിൽ നിന്നും ജലം ആഗിരണം ചെയ്യുന്നു. ചെറിയ വേരുകൾ സസ്യത്തെ മരത്തിൽ പറ്റിപ്പിടിക്കാനും കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം ആഗിരണം ചെയ്യാനും സഹായിക്കുന്നു. കട്ടി കൂടിയ വേര് മണ്ണിൽ നിന്നും ചെറിയ വേര് മരത്തിൽ നിന്നും ജലം ആഗിരണം ചെയ്യുന്നു. ചെറിയ വേരും കട്ടി കൂടിയ വേരും മരത്തിൽ നിന്ന് ജലം ആഗിരണം ചെയ്യുന്നു. ഇതിൽ ഏതൊക്കെയാണ് ശരിയായത്? ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. 2ാമത്തേത് മാത്രമാണ് ശരിയായത്. അഥവാ ചെറിയ വേരുകൾ സസ്യത്തെ മരത്തിൽ പറ്റിപ്പിടിക്കാനും കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം ആഗിരണം ചെയ്യാനും സഹായിക്കുന്നു. അതാണ് ശരിയായിട്ടുള്ളത്. ഇനി മാവിൻ കമ്പിൽ ഇത്തിൽ കണ്ണിയാണ് വളരുന്നതെങ്കിൽ മാവിന് എന്ത് സംഭവിക്കും? എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഇത്തിൽ കണ്ണി എന്ന് പറയുന്നത് ഒരു അർദ്ധപരാത സസ്യമാണ് അല്ലെ. ഇത്തിൽ കണ്ണി അർദ്ധപരാത സസ്യമാണ്. ഇത് ആതിഥേയ സസ്യത്തിൽ നിന്നും ജലം വലിച്ചെടുക്കുന്നു. ആതിഥേയ സസ്യത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി 7ാമത്തെ പ്രവർത്തനം നോക്കാം. രോഗങ്ങളെ അകറ്റാം. കോളറ, ഡെങ്കിപ്പനി, ക്യാൻസർ, പ്രമേഹം, മഞ്ഞപ്പിത്തം, ചിക്കൻ ഗുനിയ, COVID-19, തലവേദന, ചെങ്കണ്ണ്, പല്ലുവേദന. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പതിച്ച ഒരു പോസ്റ്ററിന്റെ കുറച്ച് ഭാഗമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. പോസ്റ്റർ പരിശോധിച്ച് അനുയോജ്യമായ രീതിയിൽ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ A, B എന്നുള്ളിടത്ത് എന്തെഴുതാം നമുക്ക്? A എന്ന് പറയുന്നത് പകരുന്നവ, B എന്ന് പറയുന്നത് പകരാത്തവ. ഓക്കെ, ഇനി പകരുന്നവയിൽ മഞ്ഞപ്പിത്തം തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ കൊടുക്കാം? കോളറ, ഡെങ്കിപ്പനി എന്ന് കൊടുക്കാം. ഇനി പകരാത്തവയിൽ പല്ലുവേദന തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ക്യാൻസർ, പ്രമേഹം എന്നും എഴുതി കൊടുക്കാം. ഇനി പകർച്ചവ്യാധികൾ പകരുന്ന ഏതെങ്കിലും 2 മാർഗങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? മണ്ണ്, വായു, ജലം, ഭക്ഷണം എന്നിവയിലൂടെ. അതുപോലെ കൊതുക്, ഈച്ച, മനുഷ്യൻ, പക്ഷികൾ തുടങ്ങിയ രോഗാണുവാഹകരിലൂടെയുമാണ് പകർച്ചവ്യാധികൾ നമുക്ക് പകരുന്നത്. ഇനി ഇതിലെ C ചോദ്യം. സസ്യങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും 2 പകർച്ചവ്യാധികളുടെ പേരെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നെല്ലിലെ തവിട്ട് ഇല പുള്ളി, അതുപോലെ തന്നെ പയറിലെ മൊസൈക്ക് രോഗം. ഓക്കെ,
നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി, അതുപോലെ പയറിലെ മൊസൈക്ക് രോഗം. ഇത്രയുമാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സബ്ജക്റ്റുകൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് ബോക്സ് ഓഫ് ആയിരിക്കും. അപ്പോൾ ക്ലാസ് 8-ലോ 7-ലോ പോയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.